ഹലോ, ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന നോർമൽ സിമ്പിളായിട്ടൊരു ചായയാണ്. വൈ ഐ റിയലൈസ് ദിസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് കുറേ ആൾക്കാർ ഞാൻ കണ്ടു ചായ ഉണ്ടാക്കാറില്ല എന്നാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന ചായ ഡിഫറെൻ്റ് ആണ്. ചില ആൾക്കാർ ഇറാനി ടൈപ്പിൽ ഉണ്ടാക്കും, ചില ആൾക്കാർക്ക് പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ചിലത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നാട്ടിലുള്ള ചായ, കേരളത്തിൽ വെക്കുന്ന ചായ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ഒരുപാട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള ചായയാണ്. അപ്പം ബിഫോർ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നത്, ഞാനിപ്പോൾ ഒരു മഹാരാഷ്ട്രൻ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഞങ്ങളെ വീട്ടിൽ വെക്കുന്ന ഒരു ചായയാണ്. ഇവിടെയുള്ള ചായകൾ അങ്ങനെ ലൈറ്റ് പാലും വെള്ളം പോലത്തെ അല്ലെങ്കിൽ തേയില വെള്ളം അങ്ങനെ പറയുന്ന ചായയായിരിക്കും. നല്ല കട്ടിയുള്ള ചായയായിരിക്കും, നല്ല മസാലയുള്ള ചായയായിരിക്കും. അതുപോലെ നമ്മുടെ നാട്ടിൽ കുടിക്കുന്ന പോലെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് കുടിക്കാൻ പറ്റില്ല. നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുടിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് എന്താ, നമ്മുടെ ബ്രെയിൻ ഭയങ്കര ആക്ടിവേറ്റ് ആവും, നമ്മൾ ഹാപ്പിയാവും, എനർജറ്റിക് ആവും, ഓർക്കുന്നു ഇരിക്കുന്നതിന് തന്നെ എല്ലാം എന്താ പറയുക സെറ്റപ്പ് ആവും. അതുപോലെ തന്നെ ചായക്കടകൾ ഇഷ്ടം പോലെ നമുക്ക് പൂനെയിൽ മഹാരാഷ്ട്രയിൽ കാണാൻ പറ്റും. ജസ്റ്റ് ബിഫോർ ഐ ഗോ ഫോർ ദ ഒരു കപ്പ് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് ജസ്റ്റ് ഇൻ കേസ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കേടായി പോയാലോ, ബിക്കോസ് സമ്മറാണ്, അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂടുണ്ട്, സാധാരണ ചൂടിനെക്കാട്ടും ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കപ്പ് പാൽ ആദ്യം തിളപ്പിച്ചു. അത് തിളച്ച് ഇറ്റ്സ് ഗുഡ് ഇൻ എന്താ പറയുക ഷേപ്പ് ആൻഡ് ഇറ്റ്സ് ഫൈൻ എന്ന് മനസ്സിലായതിന് ശേഷം ഞാനൊരു കപ്പ് വെള്ളം അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ 2 പേർക്കുള്ളത് വെക്കുന്നത്. സോ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ടു ബി സോ കൺഫ്യൂസ്ഡ് ഓർ അല്ലെങ്കിൽ നമ്മളത് തിളപ്പിക്കുന്ന ടൈം ഐ തിങ്ക് മാറ്റേഴ്സ്. ബിക്കോസ് ഞാൻ കൂടുതൽ ടൈം തിളപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്, ബിക്കോസ് എൻ്റെ ചായ ഇപ്പം കൂടുതൽ ടേസ്റ്റായി വരുന്നത്. അടിപൊളി ചായയാണ്, ഞാൻ പ്രോ ആണെന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വെക്കുന്ന ചായകൾ ഇസ് റിയലി ഗുഡ്. സോ ഐ തോട്ട് ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് എടുക്കായിരുന്നു. ഞാൻ കപ്പ് റെഡിയാക്കി കേട്ടോ. ഇനി എൻ്റെ വയറ്റിനൊരു സുഖക്കുറവുണ്ട്. സോ ഐ എം നോട്ട് ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഐ ഹോപ്പ് ഡിന്നർ വരെ കഴിക്കാതെ ഞാൻ ഭക്ഷണമായിട്ട് ഇൻ ദ സെൻസ് മീലായിട്ട് ചപ്പാത്തി, ചോറ് അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുന്നില്ല. പക്ഷേ എന്നാൽ ഞാൻ വിചാരിച്ച കറി അങ്ങനത്തെ സാധനങ്ങൾ, മസാല ആയിട്ടുള്ള ഒരു സാധനങ്ങളും കഴിക്കുന്നില്ല, വറവുള്ളത് തോന്നും. അപ്പം അമ്മ പറഞ്ഞു എന്നോട്, ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെക്കാം ചോറുണ്ടാക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് കഞ്ഞിയായിട്ട് കുടിക്കാം, കഞ്ഞി വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനെയും കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ കുടിക്കും. കാരണം എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കില്ലേ നമ്മളിന്ന് ഭക്ഷണം കഴിക്കില്ല, ആ സമയത്താണ് നമുക്ക് കൂടുതൽ വിശക്കാം. അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങൾ നോർമലി എനിക്കിങ്ങനെ വിശക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ പാല് പൊന്തി വന്നിട്ടുണ്ട്, തിളച്ച് പാലും വെള്ളം കൂടെ മിക്സ് ചെയ്തത് പൊന്തി വന്നിട്ടുണ്ട്. ഇത് പഞ്ചസാരയാണ്. ഞാൻ 2 കപ്പിന് എത്ര ഉപയോഗിച്ചാൽ, ഇത് മധുർ എന്ന് പറഞ്ഞാൽ വലിയ ഗ്രന്യൂൾസ് അല്ലെങ്കിൽ ക്യൂബ്സ് എന്താണെന്ന് പറയാൻ എനിക്കറിയാം, കട്ടകളുള്ള പഞ്ചസാരയാണ്. അത് ഞാനൊരു 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ സ്പൂണിൻ്റെ അളവ് കേട്ടോ. നിങ്ങൾ ടീസ്പൂൺ മറ്റേ ടേബിൾ സ്പൂൺ പറഞ്ഞാൽ ഐ റിയലി ഡു നോട്ട് നോ. നമ്മളൊരു ഊഹത്തിനിടുക, അല്ലെങ്കിൽ ചായയല്ല വെള്ളമായതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂട്ടിയിടാൻ പറ്റും. കുറച്ചും കൂടി ഇടുക, ലാസ്റ്റ് ആകുമ്പോൾ ടേസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ചായപ്പൊടി കുറേ ഇടരുത്, വളരെ കുറച്ച് ചായപ്പൊടി ഇടുക. എന്നിട്ട് അതിനെ തിളയ്ക്കാൻ ശ്രമിക്കാം, ഒന്ന് ഇളക്കി കൊടുക്കുക, സോ ദാറ്റ് എല്ലാ സ്ഥലത്തും അത് പ്രോപ്പറായിട്ട് ഒരുപോലെ എത്തട്ടെ. സോ ഞാൻ എൻ്റെ വയറിനെ പറ്റി, സോ എൻ്റെ വയറിനൊരു ഗഡ്ബഡ്. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി സമ്മർ. എനിക്ക് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഹീറ്റുള്ള ആളാണ് എൻ്റെ ബോഡിയിൽ. ആൻഡ് ഇപ്പം എൻ്റെ പീരിയഡ്സ് കഴിഞ്ഞതേ ഉള്ളൂ. സോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൂടെ ഉണ്ടാവുമായിരിക്കും. ആ സമയത്ത് എനിക്ക് ഹീറ്റ് ഡിസ്ചാർജ് അതൊക്കെ സംഭവിക്കാറുണ്ട്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ അഫക്റ്റ് ആവുന്നത്. ഇപ്പം ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചൂടിനേക്കാളും ടെമ്പറേച്ചർ നോക്കുമ്പോൾ 30 ഡിഗ്രി 37 ഡിഗ്രി ഒക്കെ ഉള്ളൂ. അങ്ങനെ നമുക്കങ്ങനെ ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത എക്സ്ട്രീം സിറ്റുവേഷനിലുള്ള ഇതൊന്നുമില്ല, എന്താ പറയുക, ചൂടൊന്നുമില്ല. ബട്ട് ഐ എം ഫീലിംഗ് ടു ഹോട്ട്, അതാണ് എൻ്റെ ഫീല് കൂടുതലാവുന്നുണ്ട്. ഒരു മിസ്സിങ് എന്ന് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. എൻ്റെ ഏപ്രിലില്ലാത്ത കളിയില്ല. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അടുക്കളയിൽ വരും, പാത്രം കഴുകുകയാണെങ്കിലും ഒക്കെ തന്നെ ഞാൻ ഏപ്രിൽ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിലൊക്കെ എന്തോ ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ മെയിലിൽ നിന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. ദാറ്റ് ഇസ് മൈ ഏപ്രിൽ. നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട്. സിം നിന്ന് കുറച്ച് മീഡിയം ആയിട്ട് വെക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് നേരം തിളയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ചായയിൽ എനിക്ക് സ്പെഷ്യലായിട്ട് അത് പറയാനുള്ളത്, കുറച്ച് നേരം തിളയ്ക്കാൻ ശ്രമിക്കുക. കുറച്ച് മാത്രം ചായപ്പൊടി ഇട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൺട്രി ഡിലൈറ്റ് എന്ന് വാങ്ങിയിട്ടുള്ള ചായപ്പൊടിയാണ്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. കൺട്രി ഡിലൈറ്റിന് തന്നെ എന്തോ ഒരു പേരാണ്. അതൊരു സ്പെസിഫിക്, അത് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ പറ്റില്ല.
സെപ്പറേറ്റ് ആയിട്ട് യു ഹാവ് ടു സബ്സ്ക്രൈബ് ആൻഡ് ദെൻ അതിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സംഭവമാണ്. ഒരു കൺസ്ട്രക്ഷൻ പുറത്ത് നടക്കുന്നത് അതിൻ്റെ ഒരു കുറുകുറു ഒച്ചയാണ് പുറത്ത് കേൾക്കുന്നത്. റിയലി കനോട്ട് ഹെൽപ്പ്. ആൻഡ് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഞങ്ങൾ ഉപയോഗിക്കുന്നത് റെഡ് ലേബിളായിരുന്നു. റെഡ് ലേബിൾ നോ മസാല, റെഡ് ലേബിൾ വിത്തൗട്ട് മസാല ചായ ആയിരുന്നു. അതിൽ മസാല വേർഷൻ കൂടെ ഉണ്ട്. അത് ഇട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിന് കൂടുതലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മസാല നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ അല്ലെങ്കിൽ ഏലക്കായ, ഇഞ്ചി, അതൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചായയിൽ നമ്മൾ തന്നെ നാച്ചുറലി അല്ലെങ്കിൽ മാനുവലി ആഡ് ചെയ്യുന്നതാണ്. ചായ തിളക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലുണ്ടാക്കുന്ന ചായൻ്റെ ആ ഒരു കളർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കെൻ യു സീ? കാണാൻ പറ്റുന്നുണ്ട്? എൻ്റെ ആംഗിൾ ശരിയാവുന്നുണ്ടോ? നല്ല കാണുന്നുണ്ടോ? ആ ഒരു ഇളം ചായ കളർ. ഈ ഒരു ചായ കളറാവും ഞാൻ നാട്ടിൽ ആൾക്കാർ ചായ കുടിക്കുന്നത് കണ്ടിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഹൗ ദേ ഹാവ് ചായ ആൻഡ് ദേ ആർ ഗുഡ് വിത്ത് ഇറ്റ്. അത് ഓരോരോ ജഗ് കൊണ്ട് വെച്ചിട്ട് 2-3 ഗ്ലാസ്സൊക്കെ ആൾക്കാരെടുത്ത് കമഴ്ത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്നോട് അത് എങ്ങനെ അവർ ചെയ്യുന്നവർ ശീലം കൊണ്ടായിരിക്കാം. പക്ഷേ നമുക്കിവിടെ ചായ എന്ന് പറഞ്ഞാൽ വളരെ ലെസ് ക്വാണ്ടിറ്റി ആൻഡ് വെരി പവർഫുൾ. ഇവിടെ പറയും, എസ്പെഷ്യലി മഹാരാഷ്ട്രയിൽ, എസ്പെഷ്യലി പൂനെയിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പറയും ചായ ഇസ് ദ സൊല്യൂഷൻ ടു മെനി പ്രോബ്ലംസ്. ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തലയിലുള്ള ബൾബ് കത്തും, നമ്മളെ കൺഫ്യൂഷൻസൊക്കെ ദൂരെ പോവും ആൻഡ് നമ്മൾക്ക് സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടും എന്നാണ് പറയുക. സോ അതാണ് ഇവിടുത്തെ ചായൻ്റെ പവർ. അങ്ങനെയാണ് ഇവിടുത്തെ ചായ ആൾക്കാർ എന്താ പറയുക വിശേഷിപ്പിക്കുന്ന ചായനെ. ആൻഡ് പീപ്പിൾ ആർ സോ ഗ്ലാഡ്. ഇതിപ്പോൾ എൻ്റെ വയറ് കേടാണ് ഞാൻ ഉണ്ടാക്കത്ത, അല്ലെങ്കിൽ ഐം മിസ്സിങ് ചായ ലൈക്ക് എനിത്തിങ്. ബിക്കോസ് ചായ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. പക്ഷേ ടേസ്റ്റുള്ള ചായ ആയിരിക്കണം. അതർവൈസ് ഐ വുഡ് പ്രിഫർ നോട്ട് ടു ഡ്രിങ്ക് ചായ. ഏതെങ്കിലും ചായ കിട്ടിയാൽ മതി അങ്ങനെയല്ല. ഐ ഹാവ് സ്പെസിഫിക്കേഷൻസ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ, വേറെ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കാൻ പറ്റാറില്ല. ബിക്കോസ് അങ്ങനത്തെ വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ജസ്റ്റ് ഒരു പാലും വെള്ളം പോലത്തെ കുടിക്കുന്ന, ഒട്ടും ഡാർക്ക് അല്ലാത്ത, ഒട്ടും സ്ട്രോങ് അല്ലാത്ത, ഇഞ്ചി ഇടാത്ത ചായ ഐ കെ നോട്ട് ഹാവ് ഓണസ്റ്റ്ലി. ഇലൈച്ചി ഇട്ട ചായ പിന്നെ ഐ വിൽ സ്റ്റിൽ ട്രൈ ടു മാനേജ്. പക്ഷേ ഒരുപാട് മധുരം, ഒരുപാട് ലൈറ്റ് ആൻഡ് എന്താ പറയുക, ഒരുപാട് ചായപ്പൊടി വളരെ കുറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ചായകളൊന്നും എനിക്ക് കൂടാൻ കഴിക്കാൻ പറ്റില്ല. ഐം വെരി സ്പെസിഫിക് അബൌട്ട് ചായ ഇൻ സിമ്പിൾ വേർഡ്സ്. അപ്പം ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളത് ചതച്ച ഇഞ്ചിയാണ്. നമ്മൾ ഇഞ്ചി ചതയ്ക്കുന്ന സാധാരണ പാത്രം ഇവിടെ ഖൽബത്ത എന്ന് പറയും. പാത്രത്തിൽ ഇഞ്ചി ചതച്ചിട്ട് ഞാൻ ഈ ചായനകത്ത് ഇട്ടിട്ടുണ്ട്. ചായ കുറച്ചും കൂടി തിളയ്ക്കുന്ന സമയത്ത് ദ ടേസ്റ്റ് വിൽ ചേഞ്ച്. ആൻഡ് വെൻ തിളച്ച് നമ്മൾ ചായ വാങ്ങാൻ, അങ്ങനെയല്ല പറയാം, നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങുന്ന പറയാം. സോ ചായ അടുപ്പത്ത് നിന്ന് വാങ്ങാൻ റെഡി ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇത്തിരി കൂടെ ചായപ്പൊടി ഇടാം. എന്നിട്ട് അതിനെ ലാസ്റ്റ് ഒരു ബോയിൽ, നമ്മൾ പറയില്ല ലാസ്റ്റുള്ള ഒരു ആളിക്കത്തിൽ നല്ല, ആ സമയത്ത് അതിനെ ഒന്നും കൂടെ ഒന്ന് ബോയിലാവാൻ സമ്മതിക്കുക. ആൻഡ് ഐ എം ഷുവർ ചായ വിൽ ടേസ്റ്റ് അമേസിങ്. ഞങ്ങളെ പാൽ എന്താണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ലായിട്ട് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല. അല്ലാതെ ഞങ്ങൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാലാണ് ആദ്യമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കൺട്രി ഡീറ്റെയിലായിട്ട് വാങ്ങുന്നതിന് മുന്നേ അമൂൽ, കാത്രജ്, ഗോവിന്ദ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. പശുവും പാൽ. ഇപ്പോൾ നാട്ടിലിപ്പോൾ ഡയറക്റ്റ് നമ്മൾ പശു കടന്ന് വാങ്ങുന്ന പാലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ പാലിന് ഇനിയും ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ കട്ടി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. പക്ഷേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ പാലും വെള്ളം എടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ ട്രൈ ദിസ്. ഐ എം ഷുവർ ദിസ് ചായ ഇസ് ഗോണ ബി അമേസിങ്. കണ്ടിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചായ അടിപൊളിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ഗോയിങ് ടു ടേസ്റ്റ് ഇറ്റ്. കാരണം എനിക്ക് കൊതി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ കൊതി അച്ഛനമ്മേൻ്റെ വയറ്റിലേക്ക് പ്രശ്നമാവാതിരിക്കട്ടെ, കാരണം അവരെ കൊതി തട്ടാതിരിക്കട്ടെ. കാരണം എനിക്ക് ചായ ഭയങ്കര ക്രേസാണ്. ഇത് തിളച്ച് വരുന്നുണ്ട്. മണം കൊണ്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇത്തിരി അപ്പോൾ നമുക്ക് വാങ്ങാൻ സമയമാവുന്നുണ്ട്. ഞാൻ ഇത്തിരിയും കൂടെ ചായപ്പൊടി ഇതിനകത്തേക്ക് ഇടാൻ. ഇത്തിരി ഇൻ ദ സെൻസ് ഇറ്റ് ഷുഡ് ബി വെരി ലിറ്റിൽ. ഓക്കെ, ഇഫ് യു കൻ സീ ഇറ്റ്, കുറേ ആവരുത്. ഇത്തിരി ചായപ്പൊടി ഇടാം. എന്നിട്ട് നല്ലോണം തിളയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ ജസ്റ്റ് ഈ പാത്രത്തിൽ നിന്ന് സീ ഇറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതിന് മുന്നേ ഒരു ചട്ടി ഉണ്ടോ അവിടെ. ആക്ച്വലി കനോട്ട് ഹെൽപ്പ്. അത് അമ്മ ഉണ്ടാക്കി വെച്ച കറിയാണ്, മറിഞ്ഞെങ്ങനെ പോയതിൻ്റെ കാര്യം കഴിഞ്ഞു. സോ ഇത് നമ്മളിങ്ങനെ ചായപാത്രത്തിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഓക്കെ, നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് മറിയാൻ സമ്മതിക്കരുത്. മറിഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണം. ദാറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി. ഇഫ് യു ഡേർട്ടി ദ കിച്ചൺ വൈൽ യു കുക്കിംഗ് യു ഹാവ് ടു ക്ലീൻ ഇറ്റ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് കേടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. വെറുതെ എക്സ്ട്രാ പണി ആഡ് ചെയ്തെടുക്കുന്നുണ്ടല്ലോ. സോ നമുക്ക് മടി വരും പിന്നെ കുക്ക് ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ ചായൻ്റെ ഫ്ലേവറും മണവും ആൻഡ് ടേസ്റ്റ് വരെ ഐ ക്യാൻ ആക്ച്വലി സ്മെൽ. ഇറ്റ്സ് റിയലി aromatic, beautiful, tasty, strong, energetic and വൈബുള്ള ചായയാണ്. അടിപൊളി. എനിക്കിഷ്ടം. കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഐ ക്യാൻ ആക്ച്വലി സ്മെൽ. ഡെയിലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. കുറേ അപ്പോൾ അമ്മമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ മനസ്സിലാവും ഇത് ഓക്കെ ആണോ അല്ല. ഉപ്പ് തൊടുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ ടേസ്റ്റും മനസ്സിലാവും. അല്ലെങ്കിൽ ഇത്തിരി തൊട്ട് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും.
ഡെയിലി ചെയ്യാത്ത ആൾക്കാരാകുമ്പോൾ മനസ്സിലാവില്ല. ഇതിപ്പം ചായ നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് വായിൽ വെള്ളം വരുന്നു. സോ മതി, ഇത്ര തിളച്ചാൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. കപ്പിലേക്ക് വയ്ക്കാം. ഞാനിങ്ങനെ അരിച്ചിട്ടെടുക്കുക കേട്ടോ, വേറെ പാത്രത്തിലേക്ക് അരിച്ചിട്ട് പിന്നെ ഞാൻ കപ്പിലേക്ക് വരാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കപ്പിലേക്ക് വയ്ക്കുന്ന സമയത്ത് അതിന് ആ ഒരു പത ഫീലിംഗ് ഉണ്ടാവില്ല, മനസ്സിലായോ? സോ പത ഫീലിംഗ് വരണമെങ്കിൽ യു നീഡ് ടു ഈ ഒരു ആറ്റി ഒഴിക്കാൻ നമുക്ക് പറ്റണം. ഇത് എൻ്റെ സ്പെസിഫിക്കേഷനാണ് കേട്ടോ. ഐ എം വെരി കീൻ അബൌട്ട് ദിസ്. Now you have a look at the chai. I'm sure it looks wonderful. Can you see? ചായ അടിപൊളിയായിട്ടുണ്ട്. അര കപ്പ് വെച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചോറിൻ്റെയാണ്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഐ എം ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ ഇലൈച്ചി ആഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി യു ക്യാൻ ആഡ്, ബട്ട് ഒരുപാടായി പോരുത്. ഒരു ഇലൈച്ചി വെച്ച് ട്രൈ ചെയ്യുക. 2 കപ്പൊക്കെ ആകുമ്പോൾ ഒരു ഇലൈച്ചി മോർ ദൻ ഇനഫ്. ഇഞ്ചിയാണ് എൻ്റെ മെയിൻ കണ്ടൻറ്റ് എൻ്റെ ചായൻ്റെ. സോ ലെറ്റ്സ് ട്രൈ. ഇത് തണുക്കുന്നതിന് മുമ്പ് അച്ഛൻ നമുക്ക് കൊണ്ടു കൊടുക്കട്ടെ, അതർവൈസ് ദെയർസ് നോ പോയിൻറ്റ്സ്. ഓക്കെ.